രുചിക്കൂട്ട്. വളരെ ട്രഡീഷണലായ എന്നാൽ ഏത് കാലത്തും താരമായിട്ട് നിൽക്കുന്ന ഒരു പുഡിങ്ങാണ് കാരമൽ കസ്റ്റാർഡ് പുഡിങ്. അത് നമുക്കിന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 300 ml പാലെടുക്കാം, 200 ml ഫ്രഷ് ക്രീമും എടുക്കാം. ഈ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ 1/2 ലിറ്റർ പാലെടുത്താലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഒരു പാനിൽ വെച്ചിട്ട് അത് ചെറിയ ചൂടിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മളത് തിളയ്ക്കാൻ നിൽക്കേണ്ട, നന്നായിട്ട് ആവി വരുന്ന സമയത്ത് തീ ഓഫാക്കാം. അതല്ല പാല് മാത്രമാണെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തന്നെ ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു പാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പോളം പഞ്ചസാര ഇടാം. ഇട്ടതിന് ശേഷം ഇളക്കാതെ അനക്കാതെ വെക്കണം. അത് അലിഞ്ഞു തുടങ്ങും. 1/4 അലിഞ്ഞു തുടങ്ങി അതിൻ്റെ അരികളിലൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇളക്കാം. അതിനുശേഷം അതിങ്ങനെ പതുക്കെ അതിൻ്റെ കളറ് മാറി തേനിൻ്റെ കളറാകും. തേനിൻ്റെ ആ ഒരു പരുവത്തിൽ കളറാകുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മളെടുത്ത പഞ്ചസാരയുടെ അളവ് വെള്ളവും കൂടി ചേർത്തൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം അത് ഒന്നും കൂടി ഒന്ന് കുറുകി വരണം. നല്ല പരിചയമുണ്ടെങ്കിൽ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ പഞ്ചസാര ഇട്ട് ഈ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് സെറ്റാക്കി എടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളമൊഴിച്ച് രണ്ടാമത് അത് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കുക. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മിശ്രിതം തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് 3-4 മുട്ട ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു 3 മുട്ട അതെടുക്കുക. എടുത്തതിന് ശേഷം അത് പൊട്ടിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ്. അതും വാനില എസൻസും കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം. നമ്മൾ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്നതിലേക്ക് ഒരു കുറച്ച് പാല് ചേർക്കാം. കാരണം നമ്മൾ ഈ ഒരു ചൂട് പാലിലേക്ക് മുട്ട അങ്ങനെ തന്നെ ഒഴിക്കുമ്പോൾ അത് കട്ട കെട്ടിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്തിട്ട് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഈ തിളച്ച പാലിലേക്ക് നമുക്ക് ഈ എഗ്ഗിൻ്റെ മിശ്രിതം, അതായത് പഞ്ചസാരയും വാനില എസൻസും മുട്ടയും കൂടി ചേർത്ത മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഒന്ന് കുറുകി വരും. കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക്, ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഈ ഒരു മുട്ട മിശ്രിതം, പാലും മുട്ടയും ചേർന്ന മിശ്രിതം ഒഴിക്കാം. ഇതിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. വേവിച്ചെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ തയ്യാറാക്കിയ പുഡിങ് നന്നായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായി മൂടിയിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ ആവിയിലുള്ള വെള്ളം തിരിച്ച് ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടില്ല. നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ നമ്മളുടെ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മൃദുത്വം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമുക്കത് ഒരു 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു മണിക്കൂറോളം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ വേണ്ടി വരുമായിരിക്കും, ബേക്ക് ചെയ്തെടുക്കുക. വളരെ ഫ്ലഫി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു പുഡിങ്ങാണിത്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു പ്ലേറ്റ് അതിൻ്റെ താഴെ വെച്ചതിന് ശേഷം ആ പാത്രം നേരെ തന്നെ കമത്തിയാൽ നമ്മൾ കാരമലൈസ് ചെയ്ത ഭാഗം മുകളിലായിട്ട് വരും. നല്ല ഭംഗിയായിട്ടിരിക്കും. കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല രുചിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ഉണ്ടാക്കാനും എളുപ്പമാണ്, രുചിയുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.